ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും വളരെ രുചികരവുമായിട്ടുള്ള ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സുമായിട്ടാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 3 നേന്ത്രപ്പഴം നീളത്തിൽ കട്ട് ചെയ്തത് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് തിരിച്ചും മറിച്ചുമിട്ട് നേന്ത്രപ്പഴം ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. എല്ലാം റെഡിയാക്കിയെടുത്തതിന് ശേഷം പാനിൽ നിന്നും അത് മാറ്റിവെക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചായക്ക് കടി റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് അതേ പാനിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്ത് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതോടൊപ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫാക്കി അതങ്ങ് മാറ്റി വെക്കാം. നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ മൈദയും 1/4 കപ്പ് പാലും നല്ലതുപോലെ മിക്സ് ചെയ്ത് അതങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ബ്രഷ് ചെയ്ത് ഇതുപോലെ പഴം ഓരോന്നായിട്ട് പാനിൽ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ച ബാറ്റർ പഴം നിരത്തി വെച്ചതിൻ്റെ മുകളിലോട്ട് പകുതി ഭാഗം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബ്രഷ് വെച്ചൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് റെഡിയാക്കിയെടുക്കാം. നമുക്ക് തയ്യാറാക്കി വെച്ച തേങ്ങാക്കൂട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കി പഴവും കൂടി നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ബാറ്റർ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിനായിട്ട് പഴയ ഒരു ദോശക്കല്ലടിയിൽ വെച്ച് അടി കരിഞ്ഞു പോവാതിരിക്കാനാണ്. എന്നിട്ടൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 മിനിറ്റൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് ചായയോടൊപ്പം കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കേട്ടോ.